തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും മണൽ വാരുന്നതിന് സർക്കാർ അനുമതി നൽകിയത് ചോദ്യം ചെയ്ത് നൽകിയ പരാതി കോട്ടയം വിജിലൻസ് തള്ളി. പൊതുതാൽപര്യം മുൻനിർത്തിയുള്ള സർക്കാർ തീരുമാനങ്ങളിൽ അഴിമതി കാണാനാകില്ല എന്ന കണക്കിലെടുത്താണ് വിജിലൻസ് ജഡ്ജി എം മനോജ് പരാതി തള്ളിയത്. സനോജ് സുരേന്ദ്രൻ ചേരുകയാണ്. സനോജ്, സുപ്രധാനമായ ഒരു ഇടപെടലാണ്. എന്തൊക്കെയാണ് നിരീക്ഷണങ്ങൾ? തോട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നും മണൽ വാരുന്നത് ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയാണ് കോട്ടയം വിജിലൻസ് കോടതി ഇന്ന് വാദം കേട്ടതിനു ശേഷം തള്ളിയത്. പൊതുതാൽപര്യം മുൻനിർത്തി സർക്കാർ നടത്തുന്ന തീരുമാനങ്ങളിൽ അഴിമതി കാണാനാകില്ല എന്ന് കാണിച്ചാണ് ഹർജി തള്ളിയിട്ടുള്ളത്. മണൽ വാരുന്നതിന് 2019 KMML സർക്കാർ അനുമതി നൽകിയത്. പൊതുതാൽപര്യം മുൻനിർത്തി സർക്കാർ തീരുമാനങ്ങളിൽ അഴിമതി കാണാനില്ലെന്ന് ജഡ്ജി പറയുന്നതോടൊപ്പം തന്നെ ഇതിനെ തുടർന്ന് നിയമപരമല്ലെന്ന് കാട്ടിയായിരുന്നു ഈ പരാതിക്കാരൻ കോടതിയെ സമീപിച്ചത്. കരിമണൽ ഖനന വിരുദ്ധ ഏകോപന സമിതി പ്രസിഡന്റ് സുരേഷ് കുമാറാണ് മുഖ്യമന്ത്രിയെ അടക്കം പ്രതിയാക്കിക്കൊണ്ട് കോട്ടയം വിജിലൻസ് കോടതിയിൽ പരാതി നൽകിയത്. KMML ലഭിച്ച അനുമതിയുടെ പേരിൽ CMRL ധാതുമണൽ വേർതിരിച്ചു വിറ്റുവെന്നും പരാതിയിൽ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ ഈ ആരോപണങ്ങളൊന്നും നിലനിൽക്കുകയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതിയുടെ സുപ്രധാനമായ ഉത്തരവ് വന്നിട്ടുള്ളത്. എന്തായാലും 2019 ഉത്തരവ് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഒന്നായിട്ടുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ പരിധിയിലൊന്നായി വരുന്നതല്ലെന്നും ഇരുഭാഗത്തിന്റെയും വാദങ്ങൾ കേട്ട ശേഷം കോടതി വ്യക്തമാക്കുകയുണ്ടായി. ഒരു സുപ്രധാനമായ വിധിയാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ശരി, സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്.